ഞാൻ ഹാഫിലാകാൻ വേണ്ടി പഠിച്ചാണ്. എൻ്റെ അനിയനും ഹാഫിലാകാൻ വേണ്ടി പഠിക്കുകയാണ്. ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞങ്ങളിനെയൊക്കെ നോക്കുന്നത്. അപ്പോ ഞങ്ങള് ഇരിക്കാൻ സ്വന്തമായിട്ട് വീടില്ല. ഞങ്ങള് വാടക കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. അപ്പോ ഈ വരുന്ന ഞായറാഴ്ച എൻ്റെ കല്യാണമാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ സഹായിച്ചാൽ മതി. എനിക്ക് ഇപ്പം ഇല്ല. ഇപ്പൊ ചെറുപ്പത്തിൽ മരണപ്പെട്ടവരാണ്. ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നത്. ഒന്ന് പറ്റിയത് ഒന്ന് സഹായിക്കും. വളരെ ഉപകാരപ്പെടും നമുക്ക്. ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇങ്ങനെയൊന്നും യാചിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കേരളത്തിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ. കാരണം നിലവിൽ നമ്മുടെ നാട്ടിൽ മഹല്ല് കമ്മിറ്റി, സന്നദ്ധ സേവന സംഘടനകൾ, റിലീഫ് വിഭാഗങ്ങൾ എല്ലാം യഥേഷ്ടമുണ്ട്. അതും ഒരു പിതാവ് മരണപ്പെട്ട യതീമത്തായ ഒരു പെൺകുട്ടി തൻ്റെ ഏക സഹോദരനായ അനിയനെയും കൂട്ടിയിട്ട്, അതും ഒരു പണ്ഡിത വിദ്യാർത്ഥിയെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ആ വീഡിയോ വളരെയേറെ ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. വല്ല മാരക രോഗമോ മറ്റോ ബാധിച്ച്, അല്ലെങ്കിൽ ക്യാൻസറോ കിഡ്നി പ്രശ്നങ്ങളോ ബാധിച്ച് ചികിത്സക്ക് വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന രോഗികൾ കൈനീട്ടുന്ന പോലെ സ്വന്തം വിവാഹത്തിന് വേണ്ടി ഒരു കൗമാരക്കാരിയായ പെൺകുട്ടി കൈനീട്ടുമ്പോൾ അത് എത്രത്തോളം ലജ്ജാവഹമാണ്. ആ ലജ്ജയിൽ ആരെല്ലാം പങ്കാളിയാണ് എന്നോർക്കണം. സ്വന്തം മഹല്ല് കമ്മിറ്റിയാണ് ഏറ്റവും വലിയ ഉത്തരവാദി. കേരളത്തിലെ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ അതിസമ്പന്നന്മാരുള്ള ഒരു ജില്ലയിൽ ഒരു മുസ്ലിം പെൺകുട്ടി പരസ്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വന്തം വിവാഹത്തിന് വേണ്ടി കുടുംബസമേതം യാചിക്കുന്നത് കാണുമ്പോൾ ആരുടെയും മനസ്സ് വേദനിക്കാതെ ഇരിക്കില്ല. ഇവിടെയാണ് നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ ഒന്ന് ഉണരേണ്ടത്. സ്വന്തം നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകളെയും വിവാഹത്തിന് വേണ്ടി, വീടിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായും മറ്റും പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് വേണ്ടത്, കഴിയാവുന്നത് ചെയ്തു കൊടുക്കാൻ ഓരോ മഹല്ല് കമ്മിറ്റിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സാധാരണ വിവാഹത്തിന് ഒരു പെൺകുട്ടിക്ക് വേണ്ടത് ഏകദേശം ഒരു 10 പവൻ സ്വർണമേ ആവശ്യമുള്ളൂ. അതിൽ കവിഞ്ഞുള്ളതെല്ലാം ആഡംബരമാണ്. 10 പവൻ സ്വർണത്തിന് ഇന്ന് 5 ലക്ഷത്തിൽ അതിൻ്റെ പണിക്കൂലി സഹിതം മതിയാകും. പിന്നെ 1 ലക്ഷം രൂപ വിവാഹ ചെലവിലേക്ക് മാറ്റിവെച്ചാൽ 6 ലക്ഷം കൊണ്ട്, ഇനി കവിഞ്ഞാൽ 6.5 ലക്ഷം കൊണ്ട് മനോഹരമായിട്ടൊരു വിവാഹം നടത്താനാകും. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ളൊരു പരസ്യമായ യാചന നാം കാണുന്നതും അറിയുന്നതും. നമ്മുടെ നാട്ടിൽ 2ാമതും 3ാമതും ഹജ്ജിന് പോകുന്ന എത്രയോ പേരുണ്ട്. ഒരു ഹജ്ജിന് പ്രൈവറ്റ് കമ്പനികൾ വാങ്ങുന്നത് 6 ലക്ഷം മുതൽ 6.5 ലക്ഷം വരെയാണ്. ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്ത ആളുകൾ 2ാമതും 3ാമതും ഹജ്ജിന് വേണ്ടി സ്വകാര്യ കമ്പനികളിലൂടെ 6 ലക്ഷത്തിൽ പരം രൂപ ചിലവഴിച്ച് ഹജ്ജിന് പോകുമ്പോൾ ഓർക്കുക, ഇത്തരം വിവാഹത്തിന് സാധ്യമല്ലാതെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി വല്ലതും ചെയ്താൽ നമ്മുടെ 2ാമതും 3ാമതും ചെയ്യുന്ന ഹജ്ജിനേക്കാൾ 10 മടങ്ങ് പ്രതിഫലം ആ സേവനത്തിന് ആയിരിക്കും. അതോടുകൂടി ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന പരസ്യയാചനയ്ക്ക് വേണ്ടി വന്ന ആ പെൺകുട്ടിയുടെ മഹല്ല് കമ്മിറ്റി, മഹല്ല്, സ്വന്തം ദേശം
ഏതാണെന്ന് ആരെങ്കിലും ഈ വീഡിയോയിലൂടെ അതിന് കമന്റിലൂടെ അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. നമുക്ക് ആ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാം. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഭാവിയിൽ ആ പെൺകുട്ടി ആജീവാനന്ദം ഈ സംഭവം ഓർത്ത് ദുഃഖിക്കും. കാരണം തന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പരസ്യയാചനയാണ് ഇന്ന് സംഭവിച്ചു പോയത്. ഒരുപക്ഷെ ഭാവിയിൽ ഇതിന് പശ്ചാത്താപം ഉണ്ടാകാതിരിക്കില്ല. സ്വന്തം മഹല്ല് കമ്മിറ്റിയും നാട്ടിലെ സന്നദ്ധ സേവന വിഭാഗങ്ങളും സമ്പന്നരും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്തത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇനി ഇത് ആവർത്തിക്കരുത്. അതിനുവേണ്ടി നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ സന്നദ്ധരാവുക. ഓരോ മഹല്ല് കമ്മിറ്റികളും ഓരോ വർഷവും നാട്ടിലെ അഗതികളുടെയും അനാഥകളുടെയും രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന പാവങ്ങളുടെയും ലിസ്റ്റ് പുതുക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടത് പരമാവധി കളക്ഷൻ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇതൊന്നും ചെയ്യാതെ കേവലം വരിസംഖ്യ വിരിച്ച് 5, 8, 10 ഉസ്താദുമാർക്ക് ചില്ലിക്കാശ് ശമ്പളം കൊടുത്ത് കാര്യം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന മഹല്ല് കമ്മിറ്റികളാണ് നമ്മുടെ നാട്ടിന്റെ ശാപം.